നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിനെ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ സക്സസ്. പലരും പറയാറുണ്ട്, എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, വ്ളോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, വീട്ടിലെ കാര്യം നോക്കണം, എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ സമയമില്ല. ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ടീച്ചർമാർ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. മക്കളെ, എന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ, ഹായ്, ഞാൻ സുജ ആർ മോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് ബിസിനസ് കോച്ച്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. മക്കളെ, നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ദൈവം 86,400 രൂപ ഇട്ട് തന്നിട്ട് പറയാണ്, ഇന്നൊരു ദിവസം നിനക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പൈസ. നീ ഇന്ന് ചിലവാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ രാത്രി 12 മണി കഴിയുമ്പോൾ ആ പൈസ അപ്രത്യക്ഷമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 86,400 രൂപ കിട്ടിയ ആരെങ്കിലും വെറുതെ കളയോ? എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കാമോ നമ്മൾ ചിലവാക്കും. കറക്റ്റ് അല്ലേ? അതുപോലെ സമ്പന്നനും പാവപ്പെട്ടവനും എല്ലാവർക്കും തുല്യമായി കിട്ടുന്നൊരു കാര്യമാണ് സമയം എന്ന് പറയുന്നത്, അല്ലേ? ആ 24 മണിക്കൂറിനെ നമ്മൾ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഒരു റൊട്ടീൻ പലരും ചോദിക്കാറുണ്ട്, ടീച്ചർമ്മ എങ്ങനെയാണ് ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളത്. മക്കളെ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞാൻ യോഗയും മെഡിറ്റേഷനും, രാവിലത്തെ എൻ്റെ $1 million മോർണിംഗ് റൊട്ടീനുണ്ട് പ്ലാറ്റിനം ഫാമിലിക്കൊപ്പം. അത് കഴിഞ്ഞ് നേരെ ടീച്ചർമ്മ ജിമ്മിലേക്ക് പോയി വർക്കൗട്ട് ചെയ്തിട്ട് വന്നിട്ട് പിന്നെ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ എനിക്കൊരു ഓഫീസുണ്ട്. അപ്പോൾ ആ ഓഫീസിലിരുന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബിസിനസ് മീറ്റിങ്ങുകളുണ്ട്, ഒരുപാട് സെലിബ്രിറ്റീസിന് ടീച്ചർമാർ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ള സെഷൻസ് ഉണ്ടാവും. അല്ലാതെ തന്നെ നമുക്കിത് കൂടാതെ മറ്റു പല ബിസിനസ്സുകളും ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻ, ചിലപ്പോൾ ഒരു പുതിയ സ്റ്റാഫിനെ അപ്പോയിൻറ്റ് ചെയ്യലായിരിക്കും. അങ്ങനെ രാവിലെ മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നിടം വരെ ഞാൻ എൻ്റെ ലൈഫിലെ ഓരോ സെക്കൻഡുകളെയും ഓരോ പരമാണുവിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ടീച്ചർമ്മയ്ക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. നിങ്ങളുടെ സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ സമയമില്ലാത്തതല്ല പ്രശ്നം, നമ്മുടെ പ്രയോറിറ്റിയാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കയറി പിന്നെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ടൈമുണ്ട്, അല്ലേ? പക്ഷേ നമുക്ക് ബിസിനസ്സിന് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചിന്തിക്കണമെങ്കിൽ പലരും പറയും അതിനെനിക്ക് സമയമില്ല. നമ്മുടെ പ്രയോറിറ്റി നമ്മൾ സെറ്റ് ചെയ്യണം. നമുക്ക് വിജയിക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എങ്കിൽ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ തളർത്താനും കളിയാക്കാനും വലിച്ചു താഴത്തേക്കിടാനും പലരും ശ്രമിക്കും. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവർ മറ്റുള്ളവർ വിജയിക്കുമ്പോൾ അതിൽ സന്തോഷിക്കുക മാത്രമേ ചെയ്യൂ. നെഗറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ് ഈ തളർത്താനും വലിച്ചു താഴത്തേക്കിടാനും ക്രിട്ടിസൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. പോയി പണി നോക്കാൻ പറ. ആര് നിങ്ങളെ തളർത്തിയാലും നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകണം. സ്കൈ ഈസ് യുവർ ലിമിറ്റ് മക്കളെ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും, നിങ്ങളുടെ പരിചയക്കാരായിരിക്കും. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിച്ചിരുത്തും. അപ്പം നമ്മുടെ 24 മണിക്കൂറും നമ്മൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ സമയത്തെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം? നിങ്ങൾ നോക്ക്, 365 ദിവസം ടീച്ചർമ്മ വീഡിയോ ഇടുകയാണ്. യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വെറൈറ്റിയിൽ വീഡിയോസ് ഇടുകയാണ്. ഒരു ദിവസം എനിക്ക് തളർന്നിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒരു ദിവസം ഇനി എന്തൊക്കെ കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമയം തരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ ലൈഫിൽ വളരണം, വിജയിക്കണം. ഓരോ മനുഷ്യരും ദിവസേനയുള്ള രാവിലെയുള്ള ഈ മോർണിംഗ് മോട്ടിവേഷൻ കേട്ട് അവരുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ കഥ നിങ്ങൾക്കറിയാമോ? അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകനും സയൻറ്റിസ്റ്റും ഒക്കെ ആയിരുന്നു. എല്ലാ മേഖലകളിലും വെന്നിക്കൊടി പാറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് ലഭിച്ച ആ സമയത്തെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ്. അതുപോലെ എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞിരിക്കുക, ആക്ച്വലി സമയമില്ലാത്തതല്ല പലരുടെയും പ്രശ്നം. നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്നതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ യെസ്, നിങ്ങൾ അതിനകത്ത് സമയം കളഞ്ഞുകൊണ്ടിരിക്കും. അതല്ല, എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ പ്രയോറിറ്റി എങ്കിൽ നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പം തന്നെ ഒരു ബുക്ക് എടുത്തിട്ട് മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ് ഇങ്ങനെ 3 കോളം വരയ്ക്കുക. ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ എന്തൊക്കെ ചെയ്യും, ഉച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യും, വൈകിട്ട് ഉറങ്ങുന്നിടം വരെ എന്തൊക്കെ ചെയ്യും, വ്യക്തമായിട്ട് എഴുതി വയ്ക്കൂ. ഇന്നത്തെ 24 മണിക്കൂറിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം. മക്കളെ, ഇന്നലത്തെ 24 മണിക്കൂർ നമ്മുടെ കയ്യിലല്ല, അത് പോയി. നാളത്തെ 24 മണിക്കൂർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. നമുക്ക് ആകെയുള്ളത് ഈ ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാതെ ഒരു സമയം എത്തുമ്പോൾ അയ്യോ എൻ്റെ ലൈഫിൽ ഞാനൊന്നും അച്ചീവ് ചെയ്തില്ല, ഞാനൊന്നും നേടിയില്ല,
എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നാൽ വിജയിയുടെ കൂടെ ലോകം നിൽക്കൂ, പരാജിതന്റെ കൂടെ ലോകം നിൽക്കത്തില്ല. ഇന്ന് ടീച്ചർമ്മ വിജയിച്ചത് കൊണ്ടാണ് ലോകം മുഴുവൻ ടീച്ചർമ്മയ്ക്കൊപ്പം നിൽക്കുന്നത്. നേരെ മറിച്ച് ഒരു പരാജിതർ ഒന്ന് ആലോചിച്ച് വെക്ക്. പരാജിതന്റെ കണ്ണുനീര് 4-5 ദിവസമൊക്കെ ആൾക്കാർ കാണും, പിന്നെ ആൾക്കാർക്ക് മടുത്തു തുടങ്ങും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിയോടാണ് ടീച്ചർമ്മ പറയുന്നത്, ചാടി എഴുന്നേക്ക്, ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ നാളത്തെ വീഡിയോയിൽ കാണാം. ടച്ച ബൈ ബൈ, ലവ് യു.